ഹായ്, ഇന്ന് ഞാനുള്ളത് അങ്കമാലി ചുങ്കത്ത് ജ്വല്ലറിയിലാണ്. ഇന്ന് ഞാൻ സ്പെഷ്യൽ ഒരു ബാംഗിൾസിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ട്രഡീഷണലും ഗോൾഡിൻ്റെ കുറേ ബാംഗിൾസ് നമ്മൾ കണ്ടു അല്ലേ. ആ വളകളെല്ലാം കുറേ പേർക്ക് ഇഷ്ടമായി. പക്ഷേ കുറച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ഡയമണ്ട്സിലുള്ള കളക്ഷൻസ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഡയമണ്ടിലുള്ള അൺകട്ട് ഡയമണ്ട്സിലുള്ള ബാംഗിൾസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യം നമുക്ക് ഈ വളയെ പറ്റി ഒന്ന് എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് അത് ഒന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. നല്ല ഭംഗിയില്ലേ വളകള്, നല്ല ഭംഗിയുള്ളതായ ഈ അൺകട്ട് വള. ഇതിൻ്റെ തൂക്കം ഏകദേശം 1.5 പവനാണ് ഇതിൻ്റെ ഗോൾഡ് വെയ്റ്റ്. ഏകദേശം 6 ക്യാരറ്റോളം അൺകട്ട് വരുന്നതായ ഈ വളയ്ക്ക് റൂബി സ്റ്റോൺ മിക്സിങ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ റൂബിയാണ് ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബഡ്ജറ്റ് വരുന്നൊരു വളയല്ല. ഞാൻ പറഞ്ഞില്ലേ, തൂക്കം കുറവായതിനാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് കെയർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്, താഴെ വിടാതെ നമ്മളിത് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഈ അൺകട്ട് ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ റിയൽ ഡയമണ്ട്സിന് എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ്? ഓക്കെ, റിയൽ ഡയമണ്ട് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തതായ റൗണ്ട് ബ്രില്യൻ കട്ട്, പ്രിൻസസ് കട്ട്, അങ്ങനെ പല രീതിയിലുള്ളതായ കട്ട് ചെയ്ത ഡയമണ്ടാണ് നമുക്ക് ഇന്ന് സുലഭമായി കിട്ടുന്നത്. എന്നാൽ ഈ കട്ട് ചെയ്ത ശേഷം വരുന്നതായ ബാലൻസ് വരുന്നതായ ഡയമണ്ട്സിൻ്റെ സ്റ്റോൺ സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ വളകൾ സെറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ അൺകട്ട് ഡയമണ്ട്, കട്ട് ചെയ്യാത്ത ഡയമണ്ടാണ് അൺകട്ട് ഡയമണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു കേർവ്സ് ഒക്കെ ഉണ്ട് ഇതിന്, അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട്. പിന്നെ ഇത് എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെയും കൂടെ, അതിപ്പോൾ സാരി എന്നല്ല, എല്ലാം വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയൊക്കെ ഭയങ്കര നന്നായി ഇണങ്ങുന്ന ഡയമണ്ട്. നമുക്കറിയാമല്ലോ നമ്മുടെ എല്ലാവരും വീക്ക്നെസ് തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വളയാണ് അല്ലേ. ഇനി എനിക്ക് തോന്നുന്നു ഇത് ഒരു സ്പെഷ്യൽ, ഇത് നമുക്ക് ഇത് സ്ക്രൂ ഉള്ളതാണ്. ഇതിലൊരു ബ്ലൂ സ്റ്റോൺ ടർക്കോയിസ് ആണ്, ടർക്കോയിസ് അല്ല, എമറാൾഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എമറാൾഡ് സ്റ്റോൺ സെറ്റ് ചെയ്തിട്ടുള്ള ബാംഗിളാണ് അടുത്തത്. റിയൽ സ്റ്റോൺ ആണ് എല്ലാം ഈ ഡയമണ്ട് ഐറ്റംസിലെല്ലാം സെറ്റ് ചെയ്യുന്നത്. റിയൽ സ്റ്റോൺസ് സെറ്റ് ചെയ്യുള്ളൂ. റിയൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നവരത്നങ്ങളായിട്ടുള്ള എല്ലാ സ്റ്റോൺസും റിയൽ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എമറാൾഡ് സ്റ്റോൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത നമുക്ക് സ്ക്രൂ അഴിച്ച് ഇടാവുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 2.5 പവനാണ് ഇതിന്റെ ഗോൾഡ് വെയിറ്റ് മാത്രം വരുന്നത്. അതിന്റെ ഡയമണ്ട് ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7.5 ക്യാരറ്റോളം അൺകട്ട് ഡയമണ്ട് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ എമറാൾഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു നെക്ലസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതെനിക്ക് മാച്ചിങ്ങായി എടുക്കാനും തോന്നുന്നുണ്ട്, പക്ഷേ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇത്. ഏത് കയ്യിൽ വേണമെങ്കിലും പാകമാവും. കാണുമ്പോൾ ചെറുതാണെങ്കിലും ഈ സ്ക്രൂ ഉള്ളതുകൊണ്ട് ഭയങ്കര നന്നായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അൺകട്ടിൽ വരുന്നതായ ഒരു സിമ്പിൾ വളയാണിത്. ഏകദേശം 1 പവനിൻ്റെ ഗോൾഡ് വെയിറ്റ് വരുന്നുള്ളൂ. ഇത് അൺകട്ടും തീരെ കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു വള, ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ തന്നെയായാലും കല്യാണം കഴിയാത്ത ആളായി തന്നെയാലും ഒരു വള നമ്മൾ ഇപ്പോൾ എല്ലാം സിമ്പിൾ കാലഘട്ടമാണ്. ക്യൂട്ടായിരിക്കണം, എന്നാൽ സിമ്പിളായിരിക്കണം, എന്നാൽ എലഗൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ളതായ ഒരു ഉപയോഗത്തിനാണ് ഇങ്ങനെയുള്ളതായ ചെറിയ വളകൾ യൂസ് ചെയ്യുന്നത്. ഇത് സ്ക്രൂ ടൈപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ സൈഡ് ലോക്ക് വരുന്നതായ ഡിസൈൻസാണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത്. തീരെ ചെറിയ വളയായത്. ഇതിപ്പോൾ നമുക്കിങ്ങനെ തുറന്ന് യൂസ് ചെയ്യാം. വളരെ സിമ്പിൾ വളയാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഓവൽ ഷേപ്പിലാണ് ഈ വള ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു എൻഡിലാണ്. ഇപ്പം കുറച്ച് വണ്ണമുള്ള കൈയാണെങ്കിൽ വാച്ച് പോലെയും, അല്ലാത്തവർക്കാണെങ്കിൽ ബാംഗിൾ പോലെ തന്നെ യൂസ് ചെയ്യാം അല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക ടീനേജേഴ്സിനൊക്കെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഡിസൈനാണ്. ടീനേജേഴ്സിന് മാത്രമല്ല, എനിക്കും ഇഷ്ടമായി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇന്ന് കണ്ട ഈ അൺകട്ട് ഡയമണ്ട്സിൻ്റെ ബാംഗിൾസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് നമ്മുടെ അങ്കമാലി ചുങ്കത്ത് ജ്വല്ലറിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചുങ്കത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ.